നമസ്കാരം. ടീച്ചിങ് പ്രോസസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ഭാഗം അല്ലെങ്കിൽ അത് മുഴുവനായിട്ടും പോയിന്റഡ് ആയി ഞാൻ പല ക്ലാസ്സുകളിലായിട്ട് അതിനെ വിശദീകരിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് നെക്സ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് UGCയിലെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ എന്നത്. എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ നമുക്കറിയാം, ഇന്നും അതുപോലെ തന്നെ പ്രാചീന കാലത്ത് ഇതിന്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ട് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞവരാണ്. പഴയ കാലഘട്ടങ്ങളിൽ പ്രകൃതിക്കൊപ്പം പ്രകൃതിക്ക് അനുഗുണമായി ജീവിച്ചതുകൊണ്ട് പലപ്പോഴും പ്രകൃതിക്ഷോഭം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നതാണ് അതിന്റെ ഒരു പ്രത്യേകത. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. മനുഷ്യന്റെ വ്യത്യസ്തമായ നിലപാടുകൾ കാരണം, മനുഷ്യരുടെ നെഗറ്റീവായ അപ്രോച്ച് കാരണം പ്രകൃതി തിരിച്ചും പ്രതികരിക്കാൻ തുടങ്ങുന്ന അവസ്ഥ ഉണ്ടായിരിക്കുകയാണ്. അപ്പോ ഇത്തരത്തിലുള്ള പ്രകൃതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരുപാട് ചോദ്യങ്ങൾ എന്നതിനേക്കാൾ ഉപരി ഓരോ വ്യക്തികളും മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് ഇവയെല്ലാം. നമ്മളൊരു എക്സാം ഓറിയന്റഡ് ആയിട്ടല്ല വിഷയങ്ങളെ സമീപിക്കേണ്ടത് എന്നതാണ് എന്റെ അഭിപ്രായം. പലപ്പോഴും എക്സാം ഓറിയന്റഡ് ആവുമ്പോൾ നമുക്ക് സ്വാംശീകരിക്കേണ്ട അറിവുകൾ പലപ്പോഴും അത് മറന്നു പോകാനും അല്ലെങ്കിൽ അത് ഹൃദയസ്ഥമാക്കാനും ഒക്കെ കഴിയാതെ വരികയാണ് ചെയ്യുക. ഒരു സൈക്കോളജിക്കൽ ഇഫക്റ്റ് അങ്ങനെയാണ് സംഭവിക്കുക. മറിച്ച് നമ്മളൊരു ന്യൂസ് പേപ്പർ വായിക്കുന്ന ലാഘവത്തോടെ അല്ലെങ്കിൽ അറിയാനുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ഒരു വിഷയത്തെ സമീപിക്കേണ്ടത്. ആ നിലയ്ക്ക് സമീപിക്കുമ്പോഴാണ് നമുക്ക് പഠിക്കാനുള്ള വിഷയങ്ങളെല്ലാം തന്നെ ബോണസായിക്കൊണ്ട് നമ്മുടെ ഉള്ളിൽ ഹൃദയസ്ഥമാവുക എന്ന് തിരിച്ചറിയണം. അപ്പൊ എന്നാലും നമ്മുടെ വിഷയത്തിലേക്ക് വരാം. എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ. എന്താണ് എൻവയോൺമെന്റ്? The word environ, actually it is a French word. So, the French word environ contributed as environment in English. എന്താണ് environ എന്ന് വെച്ച് കഴിഞ്ഞാൽ അർത്ഥം? Environ means surrounding circumstances. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനെ ഇങ്ങനെ ഡിഫൈൻ ചെയ്യാൻ സാധിക്കും. സറൗണ്ട്സ് എ പേഴ്സൺ, ആനിമൽ, പ്ലാന്റ് ദാറ്റ് ലിവ്സ് ഈസ് എൻവയോൺമെന്റ്. ഒരു വ്യക്തിഗതമായ വസ്തുവിന്റെ, അത് വൃക്ഷമാവാം, ആനിമലാവാം, മനുഷ്യനാവാം, ജീവികൾ, ഏത് ഓർഗാനിസം വേണമെങ്കിലും ആവാം, അതിന്റെ ചുറ്റുപാടുകളെ അതിന്റെ ചുറ്റുപാടുമായി ബന്ധപ്പെട്ട് അതിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചുറ്റുപാടുകൾ, അതിനെയാണ് യഥാർത്ഥത്തിൽ എൻവയോൺമെന്റ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. സംസ്കൃതത്തിൽ ഇതിന് പര്യാവരണം എന്നാണ് പറയുന്നത്. പര്യാവരണം എന്ന പേരാണ് അതിനകത്ത് ഉപയോഗിക്കുന്നത്. പലപ്പോഴും ഈ എൻവയോൺമെന്റ് എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിഗതമായിട്ടുള്ള ഒരു സറൗണ്ടിങ്സ് എന്നൊക്കെയാണ് അതിനർത്ഥം ആക്കുന്നത് എങ്കിൽ പോലും അവിടെ നമുക്ക് രണ്ട് ഫാക്ടേഴ്സും ഇതിനകത്ത് ഉണ്ട് എന്നതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോത്ത് ഫിസിക്കൽ ആൻഡ് ലിവിങ്. ഫിസിക്കൽ മീൻസ് നോൺ ലിവിങ്. ഇത് രണ്ടും ഇതിനകത്ത് വർദ്ധിക്കുന്നുണ്ട് എന്നതാണ് ഇതിന്റെ മറ്റൊരു വശം എന്ന് പറയുന്നത്. അപ്പോൾ physical and biological factors are including in environment. നേരത്തെ പറഞ്ഞ വ്യക്തിഗതം എന്ന് പറയുമ്പോൾ തന്നെ അതിനകത്ത് ലിവിങ് ആൻഡ് നോൺ ലിവിങ് ഫാക്ടേഴ്സ് ഓൾസോ ഇൻക്ലൂഡിങ്. അതുകൂടെ നമ്മൾ ഓർത്തിരിക്കേണ്ടതുണ്ട്. നമുക്കറിയാം, പ്രകൃതിയെ പലപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നെഗറ്റീവ് ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ മനുഷ്യന്റെ നെഗറ്റീവായിട്ടുള്ള അപ്രോച്ചാണ് പലപ്പോഴും പ്രകൃതിയിലുള്ള കണ്ടന്റുകളെ അല്ലെങ്കിൽ പ്രകൃതിയെ നാശത്തിലേക്ക് നയിച്ചിട്ടുള്ളത് എന്നത് സംശയമില്ലാത്ത കാര്യമാണ്. The environment is slowly losing its capabilities in
discharging the functions in its predefined way due to negative approach of every human being. പലപ്പോഴും പ്രകൃതിക്ക് ചെയ്യേണ്ട പ്രതിഭാസങ്ങൾ വേണ്ട വിധത്തിൽ കാലാനുഗതമായി ചെയ്യാനുള്ള ഒരു പ്രവണത പ്രകൃതിക്ക് നഷ്ടപ്പെടാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് മനുഷ്യൻ അനുവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നെഗറ്റീവ് അപ്രോച്ചുകൾ തന്നെയാണ് എന്നതിൽ ഒരു സംശയവുമില്ല. Indian civilization has always been an eco-friendly followers from its ancient days. നമുക്കറിയാം നമ്മുടെ ഭാരതീയ കോൺസെപ്റ്റ് അനുസരിച്ചുകൊണ്ട് ഒരു ഈക്കോ ഫ്രണ്ട്ലി ആണ് നമ്മുടെ സിസ്റ്റം ഉണ്ടായിരുന്നത്. പഴയ കാലഘട്ടത്തിലൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും പ്രകൃതിയുമായി ഇണങ്ങി ജീവിക്കുന്ന പ്രകൃതിയോടൊപ്പം ജീവിക്കുന്ന ഒരു സിസ്റ്റമാണ് ഭാരതീയ ഉണ്ടായിരുന്നത്. അപ്പോ നോൺ ലിവിംഗ് എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാട് തന്നെ പ്രകൃതിയുടെ കണ്ടന്റിനോട് ഭാരതീയർക്ക് ഉണ്ടായിരുന്നില്ല. എല്ലാം ലിവിംഗ് തന്നെയാണ്. എവ്രിതിങ് ഈസ് ലിവിംഗ് എന്നുള്ള കാഴ്ചപ്പാട്, ചേതനായുക്തമായിട്ടുള്ളവയാണ് പ്രകൃതിയുടെ എല്ലാ കണ്ടന്റുകളും എന്ന് ആണ് ഭാരതീയർ അനുവർത്തിച്ചു പോന്നിരുന്നത്. അതിന് കാരണവുമുണ്ട്. കാരണം അത്തരത്തിൽ അതിനെ കാണുമ്പോഴാണ് അതിനോടുള്ള പ്രതിപത്തി കൂടുക ചെയ്യുകയുള്ളൂ. അചേതനങ്ങളോട് നമുക്ക് വലിയ പ്രതിപത്തിയൊന്നും ഉണ്ടാവില്ല. ചേതനങ്ങൾ ഉണ്ടാവുമ്പോൾ, ചേതനയോട് കൂടിയതാണ് എന്നുള്ള കോൺസെപ്റ്റ് ഉണ്ടാകുമ്പോഴാണ് അതിനോടുള്ള പ്രതിപത്തിയും സ്നേഹവും ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് ഭാരതീയർ സ്വീകരിച്ചു പോന്നത്. സോ ദേ ഹാവ് great respect for nature and related all things happening divine origin. പലപ്പോഴും എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഡിവൈൻ ഒറിജിൻ ആണ് എന്നുള്ള സങ്കല്പത്തിലാണ് ഭാരതീയർ പ്രകൃതിയെ കണ്ടിരുന്നത്. എല്ലാം നമുക്കറിയാം, വേദ കാലഘട്ടങ്ങളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ വേദത്തിൽ പറയുന്ന വേദമന്ത്രങ്ങളെല്ലാം തന്നെ പ്രകൃതിക്ക് അനുഗുണമായിക്കൊണ്ട് പ്രകൃതിയെ സ്തുതിക്കുന്ന ഒന്നാണ്. കാലത്തെ സ്തുതിക്കുന്നുണ്ട്, പ്രകൃതിയെ ഒരു മനുഷ്യ ശരീരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്നുണ്ട്. ജ്യോതിശാസ്ത്രത്തിലൊക്കെ അങ്ങനെ പറയുന്നു. ആയുർവേദ ശാസ്ത്രം നോക്കുക, ഇവിടെയൊക്കെ തന്നെ പ്രകൃതിയുമായി സഹവസിച്ചുകൊണ്ട് പ്രകൃതിയാണ് നാം, അല്ലെങ്കിൽ വേദാന്തത്തിലേക്കും ഇതിലൊക്കെ ഒരു ദാർശനിക തലത്തിലൊക്കെ നിന്ന് കഴിഞ്ഞാൽ പ്രകൃതിയും മനുഷ്യനും തമ്മിൽ അഭേദം ആണ്. ഞാൻ തന്നെയാണ് ഈ പ്രകൃതി എന്നുള്ള ബോധം ഉണ്ടാക്കിയെടുക്കാൻ ഇത്തരത്തിലുള്ള സങ്കല്പങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ്. അപ്പൊ വേദകാലഘട്ടങ്ങളിലൊക്കെ നോക്കുന്ന സമയത്ത് അവിടെയൊക്കെ തന്നെ പ്രകൃതിയുമായിട്ടുള്ള ബന്ധം മന്ത്രങ്ങളിലൂടെ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. എല്ലാം ദൈവീക പരികൽപ്പനകളിലൂടെയാണ് ചെയ്തു വെച്ചിട്ടുള്ളത്. മരങ്ങളെ ആരാധിക്കുന്നു, മൃഗങ്ങളെ ആരാധിക്കുന്നു, മലകളും പുഴകളും എല്ലാം ദൈവീകമായ പരിവേഷം നൽകിക്കൊണ്ട് റിലീജിയസ് കാഴ്ചപ്പാടിലൂടെ ദൈവീകമായ ഒരു ഡിവൈൻ ഒറിജിൻ ആണ് എല്ലാറ്റിനും നൽകിയിരിക്കുന്നത് എന്നതാണ്. ഈ ഡിവൈൻ ഒറിജിൻ നൽകുന്നതിനുള്ള പിന്നിലെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ ബഹുമാനിക്കുന്ന, നമ്മൾ സ്നേഹിക്കുന്ന ഒന്നിനെ നമുക്ക് ഉപദ്രവിക്കാൻ സാധിക്കില്ല, അതിനെ നശിപ്പിക്കാൻ സാധിക്കില്ല എന്ന ഒരു പോസിറ്റീവ് എനർജി എല്ലാവരിലും ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്ന ഉദ്ദേശം തന്നെയാണ് ഇതിനകത്ത് വർത്തിക്കുന്നത്. അപ്പോൾ ആ നിലയ്ക്കാണ് പ്രകൃതിയെ കണ്ടിരുന്നത്. നമ്മുടെ ഗുരുകുല സിസ്റ്റം, ട്രഡീഷൻ, ക്ലാസിക്കൽ സിസ്റ്റം നോക്കുക, ഗുരുകുല ട്രഡീഷൻ നോക്കുക. ഈ ഗുരുകുല ട്രഡീഷൻ എന്ന് പറയുന്നത് വനത്തിൽ കുടിലുകൾ കെട്ടിക്കൊണ്ട് അവിടെ അധ്യാപകനോടൊപ്പം, ആചാര്യനോടൊപ്പം നിന്നുകൊണ്ടുള്ള ഒരു വിദ്യാഭ്യാസ രീതിയാണ്. ഉപനിഷത്തുക്കളൊക്കെ അങ്ങനെ ഉപ നീ സത് എന്ന് പറയുന്ന 3 ഉപ നീ പൂർവക സത് ധാതുവിൽ നിന്നാണ് ഉപനിഷത്ത് ഉണ്ടാവും. ഉപനിഷത്ത് അധ്യാപകന്റെ, ആചാര്യന്റെ തൊട്ടടുത്ത് ഇരുന്ന് ശ്രവിക്കുന്നത് എന്നതാണ് ആ പദത്തിന്റെ അർത്ഥം. അത് എവിടെയാണ്? അരണ്യത്തിൽ വെച്ചാണ്, വനത്തിൽ വെച്ചാണ്. വനത്തിന്റെ മനോഹാരിത അനുഭവിച്ചുകൊണ്ട്, ആ ശബ്ദങ്ങൾ അനുഭവിച്ചുകൊണ്ട്, കണ്ണിനും കാതിനുമൊക്കെ മനസ്സിനുമൊക്കെ കുളിർമ നൽകുന്ന ആ ഒരു സിറ്റുവേഷൻ ആവാഹിച്ചുകൊണ്ടാണ് വിദ്യയെ നേടിയിരുന്നത്. ഇന്നത്തെ പോലെ 4 ചുമരുകൾക്കുള്ളിൽ അല്ല. അപ്പൊ അതിന് പ്രത്യേകിച്ച് വ്യക്തിഗതമായി കൊണ്ടുള്ള ഒരുപാട് ഗുണങ്ങൾ ഉണ്ട് എന്ന തിരിച്ചറിവ് ആയിരുന്നു ഇത്തരത്തിലുള്ള പ്രവണതകൾക്ക് കാരണമുണ്ടായിരുന്നത്.
അപ്പോ ചുരുക്കി പറഞ്ഞാൽ എൻവയോൺമെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ട് ഒരു വ്യക്തിക്ക് ജീവിക്കാൻ വേണ്ട സറൗണ്ടിങ്സ് അത് തന്നെയാണ്, സറൗണ്ടിങ് സിറ്റുവേഷനെയാണ് ശരിക്കും എൻവയോൺമെന്റ് അല്ലെങ്കിൽ പര്യാവരണം എന്നൊക്കെ പറയുന്നത്. സറൗണ്ട്സ് എ പേഴ്സൺ, ആനിമൽ, പ്ലാന്റ് ദാറ്റ് ലിവ്സ് ഈസ് കോൾഡ് എൻവയോൺമെന്റ്. അപ്പോ എന്താണ് എൻവയോൺമെന്റ് എന്നതിനെ കുറിച്ച് ആണ് ഞാനൊരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ പറഞ്ഞത്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇതിന്റെ കണ്ടന്റ്സിനെ കുറിച്ച്